അയ്യോ എന്റെ സ്ക്രിപ്റ്റ് കൊണ്ട് പോയി. കിട്ടിപ്പോയി. ഇവൻ നമ്മുടെ ശത്രുവാണ്. പടയാളികളെ, ഇവനെ വെറുതെ വിടരുത്. തുടങ്ങാം. രണ്ട് രാജാക്കന്മാർ തമ്മിൽ അംഗം വെട്ടുന്നതിന്റെ റിഹേഴ്സൽ തുടങ്ങാം. ഹണി ബണി ദാ പിടിച്ചോ വാള്. സൂക്ഷിച്ചില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ഈ വാളുണ്ടാക്കിയിരിക്കുന്നത് തടി കൊണ്ടാ. അനൗൺസ്മെന്റ് ചെയ്യ്. ഞങ്ങളുടെ ഈ നാടകത്തിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നാടകത്തിന്റെ പേരാണ് മഹാരാജാവിന്റെ ആത്മകഥ, ദി അൺസോൾഡ് സ്റ്റോറി. അൺസ്റ്റോൾഡ് സ്റ്റോറി അല്ല, അൺഓൾഡ് സ്റ്റോറിയാ. അതിന് നമ്മുടെ നാടകം ഇതുവരെ ആരും ബുക്ക് ചെയ്തില്ലല്ലോ. അതുകൊണ്ടാണ് അൺസോൾഡ് സ്റ്റോറി എന്ന് പറഞ്ഞത്. ഇനി വെറുതെ സമയം കളയാതെ ആ വാൾപയറ്റിന്റെ റിഹേഴ്സൽ തുടങ്ങാം. ഈ മരം കൊണ്ടുള്ള വാള് കൊണ്ട് പരിക്കേക്കോ അതോ ചെതല് പിടിക്കോ? ജസ്റ്റ് ജോക്കിംഗ്, ബട്ട് ഐ വാസ് സീരിയസ്. ഹണി ആക്ഷൻ. ഇതുവരെ ഒരു കൊതുകിനെ പോലും നേരാവണ്ണം അടിക്കാത്തവൻ ഇപ്പൊ ദാ ബണ്ണി അടിച്ച് താഴെ ഇട്ടിരിക്കുന്നു. ഇനി ഹണി ആയിരിക്കും മഹാരാജാവ്. ജോർദാറെ, ഹണിക്ക് ഡയലോഗ് പറഞ്ഞു കൊടുക്ക്. സേനാപതി, നമുക്ക് നമ്മുടെ രാജ്യത്ത് സമാധാനവും സന്തോഷവും കൊണ്ടുവരണം. തുടങ്ങ ഹണി. ടേക്ക് വൺ. സേനാപതി, ശാന്തിയോടും സമാധാനത്തിനോടും വേഗം രാജ്യത്തോട് വരാൻ പറ. എന്തായി പറയുന്നേ? ഡയലോഗ് ഇതാ. സേനാപതി, നമ്മുടെ രാജ്യത്ത് സമാധാനവും സന്തോഷവും കൊണ്ടുവരണം. തുടങ്ങ്. ടേക്ക് ടു. സേനാപതി, സമാധാനത്തിനെയും ശാന്തിയെയും ഈ സ്കൂളിൽ നിന്നാണ് വിളിച്ചോണ്ട് വരേണ്ടത്. എടാ ഹണി, അരി പെറുക്കാതെ പറയ്. സേനാപതി, നമ്മുടെ രാജ്യത്തിൽ സമാധാനവും സന്തോഷവും കൊണ്ടുവരണം. ഇതൊന്ന് ഓർമ്മിച്ച് പറയടേ. തുടങ്ങ്. ടേക്ക് 3. സന്തോഷിനോടും സമാധാനത്തിനോടും സേനാപതിക്ക് വേണ്ടി ഹോമിയോപ്പതി കൊണ്ടുവരാൻ പറഞ്ഞു. ഇത്രയും ടേക്ക് എടുക്കുന്നതിനേക്കാളും നല്ലത് ഇവനെ അങ്ങ് ടേക്ക് ഓവർ ചെയ്യുന്നതാ. നീ സ്ക്രിപ്റ്റ് ഒന്ന് വായിച്ചിട്ട് ഡയലോഗ് പറ. ഇതുപോലുള്ള ഡയലോഗ് ഞാൻ എങ്ങനെ വായിക്കുക? എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല. എടാ കഴുതേ, അത് ഡയലോഗ് അല്ല, പേജ് നമ്പരാ. നിനക്ക് മനസ്സിൽ സ്ക്രിപ്റ്റ് വരുന്നത് വരെ നീ വായിച്ചോണ്ടിരിക്കുക. എന്ത് സംഭവിച്ചാലും നീ വായന നിർത്തണ്ട. ഓക്കേ. ഈ സീനിലാണ് നമ്മുടെ ശത്രു രാജാവ് വരുന്നത്. ഏത് ഭാഗത്തുനിന്നാ വരുന്നേ? അവിടെ നിന്നാണ് മഹാരാജൻ. എങ്കിൽ നമുക്ക് ആ ഭാഗത്തേക്ക് ഓടാം. നീ ഹണിയുടെ പോലെ അല്ല, മഹാരാജാവിനെ പോലെയാണ് സിറ്റുവേഷൻ കൈകാര്യം ചെയ്യേണ്ടത്. വലിയ നീ ഉറക്ക വായിക്ക്, വളരെ ഉച്ചത്തിൽ വായിക്ക്. അല്ല, ഈ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒച്ച വെക്കേണ്ട ആവശ്യമുണ്ടോ? ആഹാ, അടിപൊളി. ഈ നഗരം എത്ര ശാന്തമാണ്. എങ്ങും ശാന്തി. അയ്യോ എന്റെ പൊന്ന് രാജാ സാറേ, രാജാ സാറിന്റെ ചെവിയിൽ പഞ്ഞി വെച്ചിരിക്കുന്നത് കൊണ്ടാ ഒന്നും കേൾക്കാൻ പറ്റാത്ത ഒന്നിനെടുത്ത്. ജാങ്കോ, എന്റെ ഈ പഞ്ഞി എനിക്ക് ഇഷ്ടമുള്ളപ്പോ ഞാനെടുത്ത് മാറ്റും. എന്റെ ഈ പഞ്ഞിയിൽ തൊടാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? ചെല്ല്, പോയി കോഴിയായി മാറ്. ഇതൊരു ചെറിയ ശിക്ഷയാണല്ലോ. ചൂടുള്ള കടായിയുടെ മുകളിൽ പോയി നിൽക്ക. ജാങ്കോ, നിനക്കെന്നെ അറിയില്ല. ഞാൻ ഇപ്പോഴും വീട്ടിലെ ഫ്രീസറിൽ നിന്ന് ഐസ്ക്രീം എടുത്ത് കഴിക്കാറുണ്ട്. ഇതിലൊക്കെ എന്താ ഉള്ളത് രാജൻ സാറേ? ഇതൊക്കെ എല്ലാരും ചെയ്യാറുള്ളതല്ലേ? എന്റെ പൊക്കം ദാ ഇത്രയേ ഉള്ളൂ. എന്നെക്കാളും 4 ഇരട്ടി വലിപ്പമുണ്ട് ആ ഫ്രിഡ്ജിന്. അപ്പൊ എന്നെ സംബന്ധിച്ച് അതൊരു വലിയ കാര്യമല്ലേ? അല്ല, രാജൻ സാർ എന്തിനാ വണ്ടി നിർത്തിയത്? ജാങ്കോ, ഇനി ഞാൻ പറഞ്ഞു തരുന്ന വഴിയിലൂടെ നീ വണ്ടി ഓടിക്കണം. മനസ്സിലായോ? മഹാരാജനെ ഞങ്ങൾ വലിയൊരു പാഠം പഠിപ്പിക്കും. ഞങ്ങൾ രാജാവിനെ കഴുതപ്പുറത്ത് കയറ്റി രാജ്യം മുഴുവൻ ചുറ്റിക്കും. സത്യത്തിൽ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കഴുതക്ക് തന്നെയാണ് നാണക്കേട്. എന്റെ പൊന്ന് രാജൻ സാറേ, ഇത് സാറിനെ കുറിച്ച് തന്നെയാണല്ലോ പറയുന്നത്. പക്ഷെ അത് കേട്ട് സാറ് വിഷമിക്കേണ്ട ഒരാവശ്യമില്ല. ഞങ്ങൾ എപ്പോഴും സാറിന്റെ കൂടെ തന്നെ കാണും, ഉറപ്പായിട്ടും. ഞങ്ങളുടെ ചാരന്മാർ രാജാവിന്റെ കൂടെ ചേർന്ന് എല്ലാ വിവരങ്ങളും ഞങ്ങൾക്ക് ചോർത്തി തരാറുണ്ട്. ജാങ്കോ, നിന്നെ കണ്ടപ്പോഴേ എനിക്കൊരു കള്ള ലക്ഷണം തോന്നിയതാണ്. ടിവിയിൽ ആങ്കർ പറഞ്ഞിരുന്നതല്ലേ വേറെങ്ങ് പോകരുത്, ഞങ്ങൾ ഇപ്പൊ തന്നെ വരുമെന്നാ. പക്ഷെ നീ എന്നിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയിരുന്നോ? നമ്മുടെ കയ്യിൽ മഹാരാജന്റെ സ്വത്തുവകകളുടെ എല്ലാ പേപ്പേഴ്സും ഉണ്ട്.
എടാ ജാങ്കോ, ഇവന്മാരുടെ കയ്യിൽ നമ്മുടെ പ്രോപ്പർട്ടിയുടെ പേപ്പർ ഉണ്ടാ. അത് ചുമ്മാ വിട്ട് കളഞ്ഞേക്ക് രാജൻ സാറേ. പ്രോപ്പർട്ടി വരും പോകും. മഹാരാജന്റെ മാത്രമല്ല അദ്ദേഹത്തിന്റെ സൈനികരുടെ പേപ്പേഴ്സും നമ്മുടെ കയ്യിലുണ്ട്. വേഗം പിടിക്കവനെ. അവന്റെ കയ്യിൽ നിന്ന് നമ്മുടെ പ്രോപ്പർട്ടിയുടെ പേപ്പേഴ്സ് എല്ലാം നമുക്ക് കൈക്കലാക്കണം. അല്ല ഇതാരാ? നിങ്ങൾക്ക് എന്താ ഇവിടെ കാര്യം? നിങ്ങൾ ഈ കുട്ടി എന്തിനാ പേടിപ്പിക്കുന്നേ? അയ്യോ, ഞങ്ങൾ ഇദ്ദേഹത്തെ പഠിപ്പിച്ചത് നിങ്ങളെയാണ്. മാത്രമല്ല ഇത് കുട്ടിയല്ല, ഞങ്ങളുടെ രാജൻ സാറാണ്. മക്കളെ, എന്നെ കുറിച്ച് പറഞ്ഞാൽ ഞാൻ ആടിന്റെ പുറത്ത് കയറിയിരുന്നാണ് കുതിര സവാരി ചെയ്യുന്നത്. കുതിര സവാരി കുതിരയുടെ പുറത്തിരുന്നാ ചെയ്യേണ്ടത്, അല്ലാതെ ആടിന്റെ പുറത്തിരുന്നല്ല. സംശയമുണ്ടോ? കുട്ടികളെ, എന്റെ ഈ ഹൈറ്റ് വെച്ച് നോക്കുമ്പോൾ ഞാൻ ആടിനെ പോലും കുതിരയായാണ് കാണുന്നത്. അവിടെ മിണ്ടാതെ നിക്ക്. എനിക്കിതൊക്കെ ഒന്ന് മുഴുവൻ വായിക്കണം. മോനെ, ഇനി ആ പേപ്പർ നീ ഞങ്ങൾക്ക് തന്നേക്ക. ഇത് തീർച്ചയായിട്ടും സന്നിയുടെ ആൾക്കാരാണ്. നമ്മുടെ സ്ക്രിപ്റ്റ് മോഷ്ടിക്കാൻ വേണ്ടി തന്നതായിരിക്കും. ഇവന്മാർക്കിട്ടുള്ള പണി ഞാൻ ഇപ്പൊ കൊടുക്കാം. ഒന്ന് നിക്ക് പോപ്പട്ടെ. ഒരു ആക്ടറിന് അയാളുടെ ഫേസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നാളെയാണ് നമ്മുടെ നാടകം. ഇവരോട് തല്ല് പിടിച്ചിട്ട് നമ്മുടെ മുഖത്തിന് എന്തെങ്കിലും പറ്റിയാലോ? എങ്കിലും ഇവർക്ക് പിടികൊടുക്കാതെ ഓടുന്നതാണ് നല്ലത്. ഓടിക്കോ. പിടിക്കോമാരെ. നീ എന്തിനാടാ കഴുതെ ഓടി വരുന്നത്? നിനക്ക് പറക്കാൻ കഴിയുമല്ലോ. നിങ്ങളുടെ കൂടെ നടക്കുമ്പോൾ ഞാൻ എപ്പോഴും ആ കാര്യം അങ്ങ് മറന്നുപോകും. ഞാൻ എന്തൊരു കഴുതേ. എനിക്ക് തോന്നുന്നത് മഹാരാജൻ നമ്മളെ അത്ര പെട്ടെന്നൊന്നും വെറുതെ വിടില്ലെന്നാണ്. ഇനി ഞാൻ പറന്നിട്ട് അയ്യോ ഒന്നും തന്നെ കാണാൻ പറ്റുന്നില്ലല്ലോ. അയ്യോ, എന്റെ നേർക്ക് കല്ലെറിയുന്നോ? ഇപ്പൊ നിന്നെ ഞാൻ കാണിച്ചു തരാം. അയ്യോ, എന്റെ ഒരു കാല് ചെറുതായി പോയേ. ഞാൻ എന്ത് ചെയ്യേ? അയ്യോ. എടാ ജാങ്കോ, അത് എന്റെ കാലാണ്. മഹാരാജന്റെ സ്വത്തുക്കളെല്ലാം ഇപ്പൊ എന്റേത് മാത്രമായിട്ട് മാറി. ദേ നോക്കിയേ, ആ കാണുന്ന ലൈബ്രറി ഇല്ലേ, അവിടെ നമുക്ക് കയറി ഒളിക്കാം. അയ്യോ രാജാ സാറേ, ഇത് ഏതാ സ്ഥലം മനസ്സിലാവുന്നില്ല. അയ്യോ, ഇത് ലൈബ്രറിയാണ്. ലൈബ്രറിയാണ്. ഇത് ലൈബ്രറിയാണ്. എടാ കൊരങ്ങ, അതിന് ഞാനിപ്പോ ശബ്ദം ഉണ്ടാക്കിയില്ലല്ലോ. ഇരിക്കുന്നു അവന്മാര്. അമ്മയുടെ കയ്യിൽ നിന്ന് ആ പേപ്പർ തട്ടിയെടുക്ക. അയ്യോ, ദേ എന്റെ സ്ക്രിപ്റ്റ് കൊണ്ട് പോയി. കിട്ടിപ്പോയി. ഇവൻ നമ്മുടെ ശത്രുവാണ്. പടയാളികളെ, ഇവനെ വെറുതെ വിടരുത്. ഈ കുട്ടി നന്നായി വായിക്കുന്നുണ്ടല്ലോ. വായിച്ച് വായിച്ച് ഉറങ്ങിപ്പോയി. ഇവന്മാരിതെവിടെ പോയി? ദാ ഈ ബുക്കിൽ എന്താ എഴുതിയിരിക്കുന്നേ നോക്കിയേ. ആ. എപ്പോഴെങ്കിലും കുട്ടികളെ പോലെ പുസ്തകം ചുമന്നിട്ടുണ്ടോ? പിന്നെ മഹാരാജൻ തോറ്റതിന്റെ ഭാഗമായിട്ട് രാജ്യത്തെ പ്രജകളൊക്കെ സന്തോഷത്തിൽ ആറാടി. അതേ മോനെ, ഞാൻ നിസാരക്കാരനല്ല.
ഒറ്റ പ്രാവശ്യം ഞാൻ 4 ചപ്പാത്തിയാണ് കഴിക്കാറ്. അതെല്ലാവരും കഴിക്കുന്നതല്ലേ, ഇതിലിപ്പോ വലിയ കാര്യമായിട്ട് എന്താ ഉള്ളത്? ഈ ചെറിയ വയറിന് വേണ്ടിയിട്ടാണ് ഞാൻ 4 ചപ്പാത്തി കഴിച്ചത്. അത് എന്നെ സംബന്ധിച്ച് ഒരു വലിയ കാര്യം തന്നെയാണ്. നിങ്ങൾ എന്തിനാ ഞങ്ങളുടെ പുറകെ നടക്കുന്നേ? നിങ്ങൾ ഞങ്ങളുടെ പ്രോപ്പർട്ടീസിന്റെ പേപ്പേഴ്സ് കൈവച്ചുകൊണ്ട് വലിയ തെറ്റാണ് ചെയ്തത്. ഞങ്ങൾ നിങ്ങളുടെ പ്രോപ്പർട്ടിയുടെ പേപ്പർ എപ്പോഴാണ് എടുത്തത്? ആഹാ. ആ. ഇയാള് പറയുന്നത് ചിലപ്പോ ഈ പേപ്പറിന്റെ കാര്യമായിരിക്കും. ആ, എനിക്ക് എന്റെ പ്രോപ്പർട്ടിയുടെ പേപ്പേഴ്സ് ഇപ്പൊ വേണം. അതിങ്ങ് തിരിച്ചതാ. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് യുദ്ധം ചെയ്യേണ്ടി വരും, പറഞ്ഞേക്കാം. ഇത് നിങ്ങളുടെ പ്രോപ്പർട്ടിയുടെ പേപ്പർ അല്ല, ഇത് ഞങ്ങളുടെ നാടകത്തിന്റെ സ്ക്രിപ്റ്റാ. നിങ്ങൾ തെറ്റിദ്ധരിച്ചതാ. ആണോ? ആ? നോക്കട്ടെ. ആ? ആ? ഓഹോ, ആ? ആ? കുട്ടികളെ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. നിങ്ങൾ എല്ലാവരും എനിക്ക് മാപ്പ് തരണം. ഇന്നത്തെ ഡിന്നർ നിങ്ങൾക്ക് എന്റെ വകയായിരിക്കും. പ്ലേറ്റുകളും എന്റേതായിരിക്കും, അതിലുള്ള ചപ്പാത്തിയും കുറുമക്കറിയും എന്റേതായിരിക്കും. പക്ഷെ സ്ഥലം നിങ്ങളുടേതായിരിക്കും. ഞാൻ വന്നിരിക്കും, തീർച്ചയായും വന്നിരിക്കും, അതും നിങ്ങളുടെ വീട്ടിലേക്ക്. ആയിക്കോട്ടെ, ഞങ്ങൾക്കതിൽ സന്തോഷമുണ്ട്. വരൂ, നമുക്ക് പോയി നാടകത്തിന്റെ റിഹേഴ്സൽ കണ്ടിന്യൂ ചെയ്യാം. ഹണി, നിനക്ക് ലൈൻസ് എല്ലാം ഓർമ്മ വന്നോ? ഓടുന്നതിനിടയ്ക്ക് ഞാൻ എല്ലാ ഡയലോഗും പഠിച്ചു, പക്ഷെ അവസാനത്തെ ഡയലോഗ് മാത്രം കിട്ടുന്നില്ല. അത് ഏത് ഡയലോഗാണ്? 28. എടാ കഴുത, അത് പേജ് നമ്പരാ.